നമസ്കാരം. നമ്മുടെ പെട്രോൾ ചർച്ചയിലേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ്. മുൻപുള്ള എപ്പിസോഡ് അൻവിനോയിലാണ് നിർത്തിയത്. അൻവിനോ തുടരൂ. അപ്പൊ പറഞ്ഞു വന്നത് നല്ല ക്വാളിറ്റി ഉള്ള വാഹനങ്ങളായിരുന്നു അടുത്ത കാലം വരെ നമുക്ക് കിട്ടിയിരുന്നത്. ഇനിയിപ്പോ ഗവൺമെന്റിന്റെ സപ്പോർട്ടോടെ നിങ്ങൾ അത്ര നല്ല വാഹനങ്ങൾ ഉണ്ടാക്കണ്ട, ഞങ്ങൾ തരുന്ന കരിമ്പിൻ ജ്യൂസ് പെട്രോൾ ഓടുന്ന തൽക്കാലം ഒന്ന് കുറച്ചു കാലം ഓടി അതിന്റെ മോഡൽ മാറാനാവുമ്പോൾ ആളുകൾ മാറ്റുന്ന രീതിയിൽ ഞങ്ങൾ ആളുകളുടെ മനസ്സിലെ സിസ്റ്റം ഒക്കെ മാറ്റിയിട്ടുണ്ട്. നല്ലോണം ലോണ് ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആളുകൾ നിവൃത്തികേട് കൊണ്ടോ അല്ലെങ്കിൽ എന്തോ സ്റ്റൈല് മാറ്റാനും വേണ്ടി വാഹനങ്ങൾ മാറ്റിക്കോളും. അതുപോലെ നമ്മൾ ഇതിന്റെ പുറകിൽ തകർന്നു പോകുന്ന ഒരു ബിസിനസ് കൂടി ഉണ്ട്. സെക്കൻഡ് ഹാൻഡ് കാർ മാർക്കറ്റ് അല്ലെങ്കിൽ സെക്കൻഡ് ഹാൻഡ് വാഹന മാർക്കറ്റ്. അവര് ഇപ്പം സത്യം പറഞ്ഞ 3 കാറുകളും 50,000 രൂപയ്ക്ക് കൊടുക്കുന്ന ഓഫറൊക്കെ കൊടുത്തിട്ടാണ് ഇപ്പൊ പലപ്പോഴും യൂട്യൂബിലൊക്കെ കാണാം. നല്ല നല്ല പിന്നെ സാൻഡ്രോ അല്ലെങ്കിൽ ഷെവർലെ സ്പാർക്ക് അല്ലെങ്കിൽ അങ്ങനെയുള്ള മാരുതിന്റെ അല്ലാത്ത 3 വാഹനങ്ങൾ 60,000 രൂപയ്ക്കൊക്കെ ഒരുമിച്ച് കൊടുക്കുന്നു. അത് പേപ്പർ തീർന്നത് അല്ലെങ്കിൽ പേപ്പർ ഉള്ളതൊക്കെ അങ്ങനെ ചെറിയ പൈസക്ക് കൊടുക്കുന്നു. അപ്പൊ യൂസ്ഡ് കാർ ഡീലേഴ്സിന് വലിയൊരു ബുദ്ധിമുട്ടാണ് ഈ വന്നിരിക്കുന്നത്. കാരണം പുതിയ വാഹനങ്ങൾ മാത്രമാണ് നല്ലത്, പഴയതെല്ലാം പ്രശ്നക്കാരാണ് എന്ന രീതിയിലുള്ള ഒരു മാനസികാവസ്ഥയിൽ നമ്മുടെ സമൂഹം എത്തിയിരിക്കുന്നത്. അപ്പൊ ഇതാണ് ഈ വരാൻ പോകുന്ന ഒരു വലിയ പ്രശ്നം. അതേപോലെ പുതിയ വാഹനങ്ങൾ വാങ്ങിയിട്ട് പുതിയ വാഹനങ്ങളിൽ നമ്മൾ ഈ മിക്സ് ചെയ്ത പെട്രോൾ അടിക്കുമ്പോൾ അതിന് വാറണ്ടി കിട്ടാത്തൊരു പ്രശ്നം അല്ലെങ്കിൽ അതിന് ഇൻഷുറൻസ് കവറേജ് കൊടുക്കാത്തൊരു പ്രശ്നം ഇനി വരാൻ പോകുന്നുണ്ട്. അതിന് വലിയൊരു അടിപിടി കച്ചറ പ്രശ്നങ്ങളിലേക്ക്, ഡീലർഷിപ്പിൽ അടി തല്ല് കൊലപാതകമൊക്കെ വരുന്ന രീതിയിലേക്ക് മാറും. കാരണം കമ്പനീന്റെ പോളിസി അനുസരിച്ച് യൂസർ മാനുവൽ വായിച്ചാൽ അറിയാം, അഡൾട്ടറേറ്റ് ചെയ്ത ഫ്യൂവൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ വാറണ്ടി തരില്ല, അവർ നല്ല വലിയ അക്ഷരത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ ഈ ഇങ്ങനത്തെ ഫ്യൂവൽ കൊണ്ടാണ് ഇത് വന്നിരിക്കുന്നത്, അതുകൊണ്ട് ഞങ്ങൾ തരില്ല എന്ന് മാത്രമാണ് അവർ പറയാം. അപ്പൊ ഇനി അടുത്താക്ക് ഈ അഡൾട്രേഷൻ ഇൻ ഫ്യൂവൽ എന്ന് പറയുമ്പോൾ എഥനോള് അഡൾട്രേഷനായിട്ട് കണക്കാക്കുന്നില്ല. പക്ഷെ ഈ എഥനോളിന്റെ ഒരു പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ഇത് ഹൈലി ഹൈഗ്രോസ്കോപ്പിക് ആണ്. ഹൈഗ്രോസ്കോപ്പിക് എന്ന് പറഞ്ഞാൽ ഈർപ്പം വലിച്ചെടുക്കുകയും അതുമൂലം ആ പെട്രോളിൽ മുഴുവൻ വെള്ളം കലരുന്ന ഒരു അവസ്ഥ ഉണ്ടാവും. ചെറിയ മോയ്സ്ചർ ആ വഴിയെ പോയാൽ മതി. അപ്പോഴേക്ക് ഇതിന്റെ ആ ഒരു ബേസ് ആ വെള്ളത്തെ മുഴുവൻ ആഗിരണം ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോഴാണ് ഈ ഫ്യൂൽ ടാങ്കിന്റെ അകവും അതുപോലെ തന്നെ ഈ കാർബറേറ്റർ അല്ലെങ്കിൽ അതുപോലുള്ള ഫ്യൂൽ സിസ്റ്റത്തിന്റെ ഉള്ളിലൊക്കെ ഏറ്റവും കൂടുതൽ ഓക്സിഡേഷനും പ്രശ്നങ്ങളും ഉണ്ടാകുന്നത്. ഈ എത്തനോൾ ഒരു സോൾവെന്റ് ആയതുകൊണ്ട് തന്നെ അതിന്റെ വേറൊരു പ്രശ്നമുണ്ട്. നമ്മുടെ റബ്ബർ മെറ്റീരിയൽ, റബ്ബർ എന്ന് പറയുമ്പം ഈ പല ഗ്രേഡ് ഓഫ് റബ്ബറാണ് ഈ വാഹനങ്ങളുടെ ഓറിങ്സ്, അതുപോലെ തന്നെ ഡയഫ്രംസ്, അതുപോലെ തന്നെ ഈ ഫ്യൂവൽ ഹോസസ്, ഇതെല്ലാം പല ടൈപ്പ് ഓഫ് റബ്ബറാണ്. പ്യുവർ റബ്ബർ യൂസ് ചെയ്യുന്ന സ്ഥലങ്ങളുണ്ട്, നിയോപ്രിൻ പോലുള്ള സ്ഥലങ്ങളുണ്ട്, അതുപോലെ തന്നെ ഈ ട്രൈഫ്ലൂറോ അങ്ങനെ വീറ്റോൺ പോലുള്ള അങ്ങനെ ഓരോ ഗ്രേഡാണ്. അപ്പോൾ ഇത് സിന്തറ്റിക് ഘടകങ്ങൾ കൂടുന്തോറും അത് എഥനോൾ റെസിസ്റ്റൻസ് ഉണ്ട്. പക്ഷെ അല്ലാത്ത ഘടകങ്ങൾ ഇപ്പം സാധാരണ റബ്ബറും അതുപോലെ തന്നെ നിയോപ്രിൻ പോലുള്ളതൊക്കെ ഭയങ്കരമായിട്ട് ഈ എഥനോൾ റിയാക്ഷൻ ഉണ്ട്. അപ്പൊ ചില പാർട്ട് കല്ലിച്ചു പോകും, ബ്രിട്ടിലായി പോകും. അത് നമുക്ക് തൊട്ട് കഴിഞ്ഞാൽ പൊടിഞ്ഞു പോകുന്ന അവസ്ഥ കിട്ടും. അതേസമയം ചില പാർട്ടിനുണ്ടാകുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ ചില ഗ്യാസ്കറ്റ്സ് അല്ലെങ്കിൽ അതുപോലെ സാധനങ്ങൾ ഇത് ഡീഫോം ആയി പോകും, അതിന്റെ ഷേപ്പ് നഷ്ടപ്പെട്ടു പോകും, അത് ഉപയോഗിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് എത്തും. അപ്പൊ ഇതൊക്കെ വന്നു കഴിയുമ്പോൾ ആ ഒരു സിസ്റ്റം കംപ്ലീറ്റ് തകരാറിലായി പോവുകയാണ് ചെയ്യുന്നത്. ഇത് നമ്മൾ ആരോടെങ്കിലും പറയുമ്പോൾ, ഇതിപ്പോ ഒരു ഓൺലൈൻ ചർച്ചയിലോ ഒക്കെ പറയുമ്പോൾ ചില ആൾക്കാർ വന്നിട്ട് നിന്റെയൊക്കെ തുരുമ്പ് വണ്ടിക്ക് ഉണ്ടാകുന്ന പ്രശ്നത്തിന് നാട്ടുകാർ മുഴുവൻ സമാനപരമാണ്. ഈ രീതിയിൽ ഈ പ്രശ്നങ്ങൾ ഉന്നയിക്കുന്ന പഴയ വാഹനങ്ങളുടെ ഉടമകളെ ഭയങ്കര എന്തോ ഈ ഭൂലോകത്തിന്റെ തന്നെ ശത്രുക്കളാണെന്നുള്ള, നേരത്തെ രാജ്യദ്രോഹിയായിട്ട് സ്റ്റാമ്പ് ചെയ്താൽ മതിയായിരുന്നു. ഇതിപ്പം എൻ്റെ പ്ലാനറ്റിന് തന്നെ ശത്രുവായിട്ട് ഭൂമിക്ക് തുറങ്കം വെക്കാൻ നിൽക്കുന്ന ഒരുത്തനായിട്ട് ചിത്രീകരിക്കുന്ന ഒരവസ്ഥയിലാണ് പഴയ വാഹനങ്ങളുടെ ഉടമകളെ കാണുന്നത്. അപ്പൊ നമ്മൾ ഈ പഴയ വാഹനങ്ങളെയും ആ വാഹനം നമ്മൾ കൊണ്ടു നടക്കുന്ന ആ ഉടമസ്ഥതയും ബാധിക്കുന്ന രീതിയിലുള്ള വിഷയങ്ങളെ ഉന്നയിക്കുമ്പോൾ അതിനെതിരെ വരുന്ന കമന്റ്സ് ആണ്. അപ്പൊ നമ്മൾ സ്വാഭാവികമായിട്ടും ചിന്തിക്കുക ഇവർക്ക് ഇനിയിപ്പം ഈ ഭരണപക്ഷത്തോടുള്ള ആഭിമുഖ്യം കൊണ്ട് അല്ലെങ്കിൽ ആ ഒരു രാഷ്ട്രീയത്തോടുള്ള ആ ഒരു ആഭിമുഖ്യം കൊണ്ട് നമ്മളെ അങ്ങനെ പറയുന്നത്. പക്ഷെ അതല്ല, നമ്മൾ അവരുടെ
ആ പ്രൊഫൈൽ ഒന്ന് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകുന്നത് ഇവരെല്ലാം വിദ്യാഭ്യാസം ഉണ്ടെന്ന് നമ്മൾ ധരിക്കുന്ന, അല്ലെങ്കിൽ വിദ്യാഭ്യാസവും വിവരവും ഉണ്ടെന്ന് നമ്മൾ തെറ്റിദ്ധരിക്കുന്ന ഇന്നത്തെ ആ ഒരു ജനതയുടെ ഒരു സ്പെസിമെൻ മാത്രമാണ്. കാരണം അവരെ ആ രീതിയിൽ കണ്ടീഷൻ ചെയ്തെടുത്തിരിക്കുകയാണ്. അതായത് ഈ ഒരു കഴിഞ്ഞ ഒരു ലാസ്റ്റ് 20-25 ഇയേഴ്സ് കൊണ്ട് ഇവിടുത്തെ മാധ്യമങ്ങളും ഇവിടുത്തെ സോ കോൾഡ് ടെക്നോക്രാറ്റ്സും ഒക്കെ കൂടി ഉണ്ടാക്കിയെടുത്ത ഒരു രീതിയാണത്. ഇപ്പം കഴിഞ്ഞ ഒരു 5-6 വർഷമായിട്ട് നമ്മുടെ നാട്ടിലെ ഒരു കാര്യം നോക്കിക്കഴിഞ്ഞാൽ ഈ ആളുകൾക്ക് എവിടെ നിന്നാണ് ഏറ്റവും കൂടുതൽ സാങ്കേതിക വിവരങ്ങൾ കിട്ടുന്നത്? ഇവിടുത്തെ കുറെ ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട്. ഇവന്മാർക്ക് പല കാര്യങ്ങളും ബേസിക് വിവരം പോലും ഇല്ല. ഞാൻ ഒരിക്കലും ഒരാളെ നമ്മുടെ ഈ കേരളത്തിലെ ജേർണലിസ്റ്റ് ആയിട്ടുള്ള കുറെ ആൾക്കാരില് ഞാന് ആളുടെ പേര് പറയുന്നില്ല, എന്തായാലും ഞാൻ ഒന്ന് പൊതുവായിട്ടൊരു വെല്ലുവിളി നടത്തിയായിരുന്നു. ഒരു കാറിന്റെ ടയർ പഞ്ചറായി കഴിഞ്ഞാൽ വഴിയരികിൽ നിർത്തി റോഡ് സൈഡ് അസിസ്റ്റൻസ് വിളിക്കാതെ ജാക്ക് വെച്ച് തന്നെത്താൻ ഒരു ടയർ മാറ്റി സ്റ്റെപ്പിനി എടുത്തിടാനുള്ള ആംബിയർ ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പല വാഹനങ്ങളെ പറ്റിയും ഘോരം വാഹതോരാതെ നമ്മുടെ മുന്നിൽ പ്രസംഗം നടത്തുന്ന ആളുകൾക്കും ഒരു വാഹനത്തിന്റെ ടയർ അഴിക്കാനോ അതിന്റെ സ്പെയർ ടയർ മാറ്റിയിടാനോ ഉള്ള പ്രായോഗികമായിട്ടുള്ള പരിശീലനമോ ആ അനുഭവ സമ്പത്തോ ഇല്ലെന്നുള്ളതാണ് വാസ്തവം. അപ്പൊ ഇവരൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ തലമുറയെ ടെക്നോളജിയും സാങ്കേതികത്വവും കൊണ്ട് ഉദ്ബുദ്ധരാക്കാൻ നടക്കുന്നത്. അപ്പോൾ അവർ പറയുന്ന കാര്യങ്ങൾ എത്രത്തോളം വാസ്തവം ഉണ്ടെന്ന് ആരും ചിന്തിക്കുന്നില്ല. പിന്നെ അതിന്റെ ഏറ്റവും ഭീതിജനകമായ ഒരു മറുവശം എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള ഇൻഫ്ലുവൻസേഴ്സിനെ ഗവൺമെന്റ് പോലും പലപ്പോഴും എൻഡോഴ്സ് ചെയ്യുന്നുണ്ട്. ഈ എഥനോൾ പെട്രോളിനെ പറ്റി പറയാതിരിക്കാൻ, അല്ലെങ്കിൽ അതിന്റെ ഗുണഗണങ്ങൾ പറയണമെന്ന് പറഞ്ഞിട്ട് ഇവിടുന്ന് വ്യാപകമായിട്ട് ഒരു സംഘം ഓട്ടോ ജേർണലിസ്റ്റുകളെയും അതുപോലെയുള്ള വാഹനങ്ങളെ പറ്റി വീഡിയോ ചെയ്യുന്ന ആളുകളെയും ഗവൺമെന്റിന്റെ പ്രതിനിധികളെ, ഇവിടുത്തെ ഓയിൽ കമ്പനികൾ അടക്കമുള്ള ആൾക്കാരുടെ പ്രതിനിധികളെ സമീപിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഒരാൾ മാത്രം എന്താണ് മിണ്ടാതെ മാറിയുന്നത്. ബാക്കി എല്ലാവരെ കൊണ്ടും ഇത് ഭയങ്കര സംഭവമാണ്, പരിസ്ഥിതി സൗഹൃദമാണ് എന്നൊക്കെ പറയിച്ചു. അതുകൊണ്ടാണ് നമ്മൾ കരുതുന്നത് പോലെ ഇതിലാരും കാര്യമായിട്ട് പ്രതികരിക്കാത്തത്. ഇത് എഥനോളിനെതിരെ സംസാരിച്ചു കഴിഞ്ഞാൽ അവൻ പരിസ്ഥിതിയുടെ ശത്രുവായി, ഇവിടുത്തെ ന്യൂ വേവിന്റെ ശത്രുവായി, ഈ ഇലക്ട്രിക് വാഹനങ്ങളെ പറ്റി കൃത്യമായിട്ട് ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവനെ പിന്നെ രാജ്യദ്രോഹിയാക്കുന്ന അവസ്ഥയിലേക്കാണ് ഇപ്പൊ എത്തിക്കുന്നത്. അത് പറഞ്ഞതിൽ ഒരിക്കലും അതിശയോക്തിയല്ല. കാരണം ആ ഒരു ലെവലിലേക്കാണ് കാര്യങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. കാരണം ഇത് കഴിഞ്ഞ ദിവസം ഒരു റിപ്പോർട്ടറിനോട് ബഹുമാനപ്പെട്ട മന്ത്രി തന്നെ പറയുകയുണ്ടായി, എഥനോളിനെ പറ്റി മോശം ചോദ്യങ്ങൾ ചോദിച്ചാൽ പോലീസ് ആക്ഷൻ എടുക്കുമെന്ന്. അപ്പോ കാര്യങ്ങൾ പോകുന്നത് എങ്ങോട്ടാണെന്ന് മനസ്സിലായില്ല. തീർച്ചയായും കഴിഞ്ഞ ദിവസം ഒരാൾ വളരെ വർഗീയ ചുവയോടെ, നിർഭാഗ്യവശാൽ അദ്ദേഹം ഒരു 1.5 പതിറ്റാണ്ടായിട്ട് എൻ്റെ ഒരു സുഹൃത്താണ്, അദ്ദേഹമായിട്ടൊരു പോസ്റ്റ്, ഇവിടെ ഹിന്ദുക്കളല്ലാതെ മറ്റേതെങ്കിലും ന്യൂനപക്ഷ കമ്പനികൾ, അദ്ദേഹം ഒരു ബ്രാൻഡിന്റെ പേരും പറഞ്ഞു, അവർ എഥനോൾ ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങിയാൽ തീരാവുന്ന എഥനോൾ വിരുദ്ധതയെ മലയാളിക്കുള്ളുണ്ട്. അതിന്റെ താഴെ കുറച്ച് കാര്യമായിട്ട് തന്നെ മറുപടി കൊടുക്കേണ്ടി വന്നു. കാരണം ആ രീതിയിൽ വരെയാണ് ഇങ്ങനത്തെ കാര്യങ്ങളെ അപ്രോച്ച് ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നത്. നമ്മൾ പൊതുജനങ്ങളെയും നമ്മുടെ ഇവിടുത്തെ വാഹന വ്യവസായത്തെയൊക്കെ ബാധിക്കുന്ന രീതിയിൽ ഓരോരോ മാറ്റങ്ങൾ കൊണ്ടുവരുന്നു. അന്വിന് മുമ്പ് കുറച്ച് മുമ്പ് പറഞ്ഞൊരു കാര്യമുണ്ട്. ഒരു വാഹനം എന്ന് പറയുന്നത് അതിനെ ആശ്രയിച്ചുള്ള വലിയൊരു വ്യവസായമുണ്ട്. അത് ഈ പറയുന്ന ആ ഒരു വ്യവസായ ശൃംഖലയിൽ യൂസ്ഡ് കാർ ഡീലേഴ്സ് മാത്രമല്ല, ഈ വാഹനത്തിന്റെ ഒരു വാറണ്ടി പീരീഡ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് പുറമെ സർവീസ് ചെയ്യുന്ന സർവീസ് സെന്ററുകൾ, അതിന് സ്പെയർ സപ്ലൈ ചെയ്യുന്ന ഒരുപാട് സ്പെയർ വെൻഡേഴ്സ് ഉണ്ട്. ഇതെല്ലാം ഈ വാഹനങ്ങളെയും പഴയ വാഹനങ്ങളെയും ആശ്രയിച്ചു പോകുന്ന ഒരു സംവിധാനമാണ്. ആ ഒരു സമൂഹത്തിനോട് ചെയ്യുന്ന ഏറ്റവും വലിയൊരു ദ്രോഹമാണ് ഇപ്പൊ ഈ പറയുന്നത്. പല പുതിയ വാഹനങ്ങളുടെയും പാർട്ടുകൾ ഇപ്പോൾ പുറത്ത് ഓവർ ദ കൗണ്ടർ അവർ കൊടുക്കുന്നില്ല. പിന്നെ ഇപ്പൊ അൻവിന പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട്. ഇപ്പൊ ഒരു ഹൈപ്പോത്തറ്റിക്കലായിട്ട് പറഞ്ഞാൽ പോലും ചില പുതിയ വാഹനങ്ങളുടെ അവസ്ഥ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാല് ഇതെല്ലാം ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ്, പണ്ട് നമ്മൾ തമാശക്ക് പറയുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു, മൈക്രോസോഫ്റ്റ് കാർ ഇറക്കി കഴിഞ്ഞാൽ
ആഴ്ചയിൽ 3 തവണയെങ്കിലും വഴി വെച്ച് ക്രാഷ് ആകുന്നു, അതിന്റെ OS ക്രാഷ് ആകുന്നു. ഏതാണ്ട് സമാനമായ അവസ്ഥയാണ് ഇപ്പൊ ഇവിടുത്തെ EV-കൾക്കും അതുപോലെ തന്നെ മൈക്രോ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ മൈക്രോ പ്രോസസർ കൺട്രോൾഡ് ആയിട്ടുള്ള ഇവിടുത്തെ അല്ലെ സൂപ്പർ കമ്പ്യൂട്ടർ കൺട്രോൾഡ് ആയിട്ടുള്ള വാഹനങ്ങൾക്കും വരുന്നത്. ഇതിന്റെയൊക്കെ ആ ഒരു സിസ്റ്റം കംപ്ലീറ്റ് ഇതെല്ലാം നേരത്തെയൊക്കെ വെച്ചാൽ ഈ നടുവിലുള്ള ടച്ച് സ്ക്രീൻ എന്ന് പറഞ്ഞ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം മാത്രം ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ അത് എൻറ്റയർ കാറിനെ കൺട്രോൾ ചെയ്യുന്ന, അതിന്റെ എഞ്ചിൻ അടക്കമുള്ള ഭാഗങ്ങളെ കൺട്രോൾ ചെയ്യുന്ന ഒരു കമ്പ്യൂട്ടറിന്റെ ഭാഗമാണ് ആ സ്ക്രീൻ എന്ന് പറയുന്നത്. അപ്പൊ അതൊക്കെ ചില സമയത്ത് ബ്ലാക്ക് ഔട്ട് ആയി പോയിട്ട് ഉണ്ടാകുന്ന അവസ്ഥകൾ പലരും പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. എത്രത്തോളം ഭീതിജനകമായിട്ടുള്ള അല്ലെങ്കിൽ എത്രത്തോളം ഗൗരവതരമായിട്ടുള്ള ഒരു കാര്യമാണെന്ന് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം ഒരു പവർ ഔട്ടേജോ ഒരു ഇന്റർനെറ്റിലെ ഗ്ലിച്ചോ ഉണ്ടായി കഴിഞ്ഞാൽ ഈ സാധനം കംപ്ലീറ്റ് ഡെഡായി പോകും. ഇതിനെ വേറെ രീതിയിൽ റിവൈവ് ചെയ്യാനായത്. ഈയിടെ ഒരാള് ടെസ്ലയുടെ ഒരു കാര്യം പറഞ്ഞത്, അദ്ദേഹം കൂട്ടുകാരന്റെ വീട്ടിൽ ചെന്നിട്ട് തിരിച്ചറിഞ്ഞപ്പോൾ ഹെഡ്ലൈറ്റ് വർക്ക് ചെയ്യുന്നില്ല. അപ്പൊ ടെസ്ലയുടെ സർവീസിൽ വിളിച്ചപ്പോൾ അവർ പറയുന്നത് ഞങ്ങളിപ്പം അതിലെ സിസ്റ്റത്തിൽ കയറിയിട്ട് ഇന്ന് റീബൂട്ട് ചെയ്യാം, റീബൂട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഹെഡ്ലൈറ്റ് വർക്ക് ചെയ്യുന്നത്. അപ്പം ഈ സാധനത്തിന് സർവീസ് സെന്ററിന് ആക്സസ് ചെയ്യാൻ പറ്റുമെങ്കിൽ തേർഡ് പാർട്ടിക്കും ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാകാം. തീർച്ചയായും. അപ്പോൾ ഇതൊക്കെ നമ്മൾ സയൻസ് ഫിക്ഷൻ സിനിമകളിൽ മാത്രം കാണുന്ന കാര്യങ്ങളെക്കാൾ ഉപരി മറ്റുള്ളവരുടെ പ്രൈവസിയിലേക്കും സേഫ്റ്റിയിലേക്കും ഒക്കെ കടന്നു കയറുന്ന മറ്റു വലിയ പ്രശ്നങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നത്. കമ്പാരിറ്റീവ്ലി ടെക്നോളജി കുറഞ്ഞ വാഹനങ്ങൾ ഉപയോഗിക്കുക എന്നൊരു ആൾട്ടർനേറ്റീവ് ആണ് ഇപ്പൊ ഇതിനകത്ത് ഞാൻ കാണുന്നത്. അപ്പൊ നമുക്ക് അത് ഇപ്പം ഡീസൽ ഞാനും അൻവിനോയും പഴയ ജീപ്പുകൾ ഉപയോഗിക്കുന്ന ആൾക്കാർ. എൻ്റെ ഇരിക്കുന്ന 30 വർഷം പഴക്കമുള്ള ജീപ്പാണ്. അതിനകത്ത് ഈ പറഞ്ഞ ഇലക്ട്രോണിക്സ് ഒന്നും ഇല്ല. നാളെ ഒരിക്കലും ഈ പറഞ്ഞ പോലെ ഒരു എന്താ പറയുക ഇലക്ട്രോ മാഗ്നറ്റിക് ബോംബ് വീണാൽ പോലും സ്റ്റാർട്ടാക്കി ഓടിച്ചുകൊണ്ട് നടക്കാൻ പറ്റുന്ന രീതിയിലുള്ള സാധനമാണ് അതിലിരിക്കുന്നത്. അപ്പോൾ ആ EMP ഉണ്ടായി കഴിഞ്ഞാൽ ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് പൾസ് വേവ് ഉള്ള ബോംബാണ് വരുന്നെങ്കിൽ പോലും സർവൈവ് ചെയ്യാൻ പറ്റുന്ന ടെക്നോളജി നമ്മുടെ കയ്യിൽ ഇപ്പോഴും ഉണ്ട്. പക്ഷെ അതിനെ പോലും തുരങ്കം വെക്കുന്ന രീതിയിലാണ് അടുത്ത പ്ലാനിങ് കൊണ്ടുവരുന്നത്. ഡീസലിനകത്ത് ഐസോബ്യൂട്ടനോൾ ചേർക്കാൻ പോവാണ്. ഇത് മൊത്തത്തിൽ എല്ലാം കൂടെ കുളവാക്കി കൈ തരും, ഒന്ന് മാത്രം അങ്ങനെ രക്ഷപ്പെടത്തില്ല എന്നുള്ളൊരു പിടിവാശിയിലാണെന്ന് തോന്നുന്നു. ശരി, ജുബിൻ സാറിലേക്ക് തിരിച്ചു വരാം. ബിമൽ ചെറിയൊരു പോയിന്റ് പറഞ്ഞിട്ട് ഈ ഐസോബ്യൂട്ടനോളിന്റെ കാര്യം പറഞ്ഞില്ലേ, ഈ ഡീസലിൽ കൈവയ്ക്കാൻ പറ്റാത്തതിന്റെ വിഷമം അവർക്ക് നല്ലോണം ഉണ്ട്. കാരണം പല പല എത്തനോൾ ബ്ലെൻഡിങ് ടെക്നിക്സ് ട്രൈ ചെയ്തിട്ടും അങ്ങോട്ട് സക്സസ് ആയില്ല. അതുകൊണ്ടാണ് ഇതിങ്ങനെ ഡിലേ ആവുന്നതെന്നുള്ളതാണ് നമ്മൾ അറിയുന്നത്. ഇനിയിപ്പോൾ ഡീസലിലാണ് ഇവർക്ക് ഏറ്റവും കൂടുതൽ ലാഭം. കാരണം ഏറ്റവും കൂടുതൽ പൊല്യൂഷൻ ഉണ്ടാക്കുന്ന സോക്കോൾഡ് ടെയിൽ പൈപ്പ് എമിഷൻ ഉണ്ടാക്കുന്ന വാഹനങ്ങൾ ഹെവി വാഹനങ്ങളാണ്, കൊമേഴ്ഷ്യൽ വാഹനങ്ങളാണ്. അതാണ് ഏറ്റവും കൂടുതൽ ഓടുന്നത്. ഒരാൾ കാർ മേടിച്ചാൽ 90% അതിന്റെ ലൈഫ് ടൈം ഷെഡിലായിരിക്കും. പക്ഷെ മറ്റേത് അങ്ങനെയല്ല. അപ്പൊ അവരുടെ കഴുത്തിന് പിടിക്കലാണ് ഇനി അടുത്ത ലക്ഷ്യം. അപ്പം കൊമേഴ്ഷ്യൽ. അതെ, ശരി. ബിമൽ വാഹന രംഗത്ത് പുതിയതാണ്, വാഹനങ്ങൾ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്. അടുത്തിടെ പുതിയൊരു വാഹനം സ്വന്തമാക്കുകയുണ്ടായി. താങ്കളുടെ അനുഭവം പറയൂ. ഇവരെല്ലാരും പറഞ്ഞ് അവസാനിപ്പിച്ചിടത്താണ് എനിക്ക് ചോദിക്കാനുള്ളത്. നമ്മൾ പ്രതിഷേധിക്കുകയാണ് എന്നാണ് പറയപ്പെടുന്നത്. എന്നാലും ഇപ്പൊ ഈ എഥനോൾ ബ്ലെൻഡിങ് പ്രോഗ്രാംസ് ഒക്കെ ഈ ഇപ്പൊ ഗവൺമെന്റിന്റെ അവര് ഭയങ്കര ട്രാൻസ്പെറന്റ് ആണെന്നാണ് പറയുന്നത് ഫോർ ദ കൺസ്യൂമേഴ്സ്. എന്താ പറയുക, ഈ എഥനോൾ ബ്ലെൻഡിങ് പ്രോഗ്രാംസ് എല്ലാം കൂടെ. പക്ഷെ അത് നടത്തിക്കൊണ്ടുവരുന്നതിനോട് കൂടെ നമ്മൾ കാര്യമായിട്ട് ഫേസ് ചെയ്യുന്ന വാട്ടർ സെക്യൂരിറ്റി പ്രോബ്ലം. ഇത്രയും ക്രോപ്സും കാര്യങ്ങളും എന്താ പറയുക വളർത്തി കൊണ്ടുവന്ന് എന്താ പറയുക, അപ്പോൾ നമുക്കൊരു ഹോൾ പിക്ചർ കിട്ടുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. അതായത് കൺസ്യൂമർ ആക്ച്വലി ബെനിഫിറ്റഡ് ആണോ ഈ എഥനോൾ ബ്ലെൻഡിങ് പ്രോഗ്രാംസ് കൊണ്ടോ, അല്ലെങ്കിൽ ഇതുകൊണ്ട് നമ്മൾ എന്താണ് ആസ് എ ഹോൾ നമുക്ക് ഇതിൽ എന്താണ് ബെനിഫിറ്റ് എന്നൊക്കെയാണ്. നിങ്ങൾക്കായിരിക്കുമല്ലോ അതിന് കൂടുതൽ അറിയാവുന്നത്. അതിലേക്ക് വരാം. താങ്കളുടെ വാഹന അനുഭവങ്ങൾ പറയൂ. ഇപ്പോൾ പുതിയൊരു വണ്ടി വാങ്ങിയിരുന്നു, അത് 2 വീലർ ആണല്ലേ? ബുള്ളറ്റ്. അത് ഈ പറയുന്ന ഫ്യൂവൽ സ്റ്റാൻഡേർഡ്സിന് അനുസരിച്ച് നിർമ്മിതമാണോ? ഞാൻ വളരെ ഹാപ്പിയാണ്. എനിക്ക് ഹൈവേയിൽ അറൌണ്ട് 30-35 കിട്ടുന്നുണ്ട്, അല്ലാതെ 32 ഒക്കെ മൈലേജ് കിട്ടുന്നുണ്ട്. പക്ഷെ അഗൈൻ ഈ പ്രൈസിങ് ഹൈക്ക് ഭയങ്കര കൺസേണിങ് ആണ്. കാരണം ഇവിടെ കിട്ടുന്ന ക്വാളിറ്റി, ഇപ്പോൾ മധ്യപ്രദേശിലാണെങ്കിൽ കിട്ടുന്ന ക്വാളിറ്റി വളരെ 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 മോശമാണ്. നമ്മൾ വളരെ ചൂസ് ചെയ്യാണ് ഏത് പെട്രോൾ പമ്പിൽ നിന്നാണ് നമ്മൾ അടിക്കുന്നത് എന്നുള്ളതൊക്കെ. അപ്പോൾ നമുക്ക് പ്രതിഷേധിക്കുന്നത് ആസ് എ
citizen government should be more transparent towards the pricing, should make clear. കാരണം ടാക്സേഷൻ വരുന്നത് റിഫൈനറി കോസ്റ്റ് വരുന്നത് 55 രൂപ വരെയാണ്. അതിനുശേഷം വരുന്ന സെൻട്രൽ ടാക്സ്, സ്റ്റേറ്റ് ടാക്സ്, പിന്നെ ഡീലർ കമ്മീഷൻ, ഇതെല്ലാം അവർ എത്രത്തോളം എന്താ പറയുക ഇപ്പൊ ഈ പറയുന്ന എന്താ പറയുക എത്തനോൾ ബ്ലെൻഡിങ്, ഇതിനെല്ലാം എത്രമാത്രം ട്രാൻസ്പെറന്റ് ആണ്, അല്ലെങ്കിൽ ഗവൺമെന്റ് ട്രാൻസ്പെറന്റ് ആവണം എന്നുള്ളതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. വളരെ എന്താ പറയുക ഒരു അച്ചീവ് ചെയ്യാൻ പറ്റാത്ത ഒരു ഇതാണ്. അതുപോലെ തന്നെ ഈ ബാറ്ററി ലൈക്ക് ഇപ്പോഴും റിസർച്ച് ഇസ് ഓൺ ഗോയിങ്. ഫ്യൂച്ചർ എന്താ പറയുക EV-ലേക്ക് നമ്മൾ കടക്കുമ്പോഴും നമ്മൾ അതിന്റെ നേസൻ സ്റ്റേജിലാണ്. ബാറ്ററി റിസർച്ച് സ്റ്റിൽ ഗോയിങ് ഓൺ. നമ്മൾ പുതിയ റേഞ്ച് വരും, എന്താ പറയുക അത് പോസ് ചെയ്യുന്ന എക്കണോമിക്കൽ അല്ലെങ്കിൽ എൻവയോൺമെന്റൽ ഇഷ്യൂസ് ഒക്കെ വളരെ വാലിഡ് ആണ്. പക്ഷെ എന്നാലും എനിക്ക് തോന്നുന്നു സോ മെനി കമ്പനി, ഇപ്പൊ റെഡ് വുഡ് മെറ്റീരിയൽസ് ഒക്കെ US അവരൊക്കെ ബാറ്ററി റീസൈക്ലിംഗിൽ ഒരുപാട് അഡ്വാൻസ്മെന്റ് കൊണ്ടുവന്നു എന്നാണ് പറയപ്പെടുന്നത്. ക്ലെയിമിങ് ലിഥിയം കോമ്പോണന്റ് ഒക്കെ ഉള്ള ഒരുപാട് മുന്നോട്ട് പോയി എന്നാണ് പറയപ്പെടുന്നത്. പക്ഷെ നമ്മൾ എത്രത്തോളം ബെനിഫിറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ചർച്ച ചെയ്യേണ്ടി. ശരി, ബിമൽ ഇപ്പോ പറഞ്ഞതിന്റെ ഒരു എക്കോളജിക്കൽ ഡാമേജിനെ പറ്റി പറഞ്ഞു. ജുബിൻ സർ, ഇത് ഞാൻ വായിച്ചറിഞ്ഞതിൽ നിന്ന് മനസ്സിലാക്കിയത് ഇപ്പോൾ കെട്ടിക്കിടന്ന കുറെ ഇഥനോൾ, ഞാൻ വായിച്ചറിഞ്ഞല്ല, എന്റെ ഒരു അഭിപ്രായം പറയാണ്, കെട്ടിക്കിടന്ന പ്രസ്തുത കമ്പനികളിൽ കെട്ടിക്കിടന്ന കുറച്ച് എഥനോൾ മൂവ് ചെയ്യുന്നതിന് വേണ്ടി നടത്തിയ ഒരു നീക്കം എന്ന് നമുക്ക് രാഷ്ട്രീയപരമായി ഇതിനെ കാണാം. പക്ഷേ ഭാവിയിൽ ഇത് തുടർന്നു പോവുകയാണെങ്കിൽ, ഇതിപ്പോ എഥനോൾ നമ്മൾ ഉത്പാദിപ്പിക്കുന്നത് കരിമ്പിന്റെ ബൈ പ്രോഡക്റ്റ് അല്ലെങ്കിൽ ചോളം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉപയോഗിച്ചാണ്. അതെ, മെയ്സ്. അപ്പോ ഇത് കൂടുതൽ കൃഷി ചെയ്യേണ്ടി വരുന്ന ഒരു അവസ്ഥയിലേക്ക് വരികയാണ്. അങ്ങനെയാണ് കർഷകനെ ഇവർ സഹായിക്കുന്നു എന്ന് പറയുന്നത്. പക്ഷെ ഇത് കൂടുതൽ കൃഷി ചെയ്യുന്നതിലൂടെ ഒരു പെർട്ടിക്കുലർ ക്രോപ്പിലേക്ക്, ഇപ്പോ ഹിസ്റ്ററി ഓഫ് ഫുഡ്, നമ്മൾ അങ്ങനെ ഒരു വീഡിയോ കണ്ടിരുന്നു ഇടയ്ക്ക്, ഞാൻ അതിന്റെ ലിങ്ക് പോസ്റ്റ് ചെയ്തിരുന്നു, മേ ബി കുറച്ചുപേര് കണ്ടിട്ടുണ്ടോ. അപ്പോ അതിൽ പറയുന്ന സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഭക്ഷണത്തിന് ഉപയോഗിച്ചിരുന്ന പല കാര്യങ്ങൾ, അത് അരിയും ഗോതമ്പും അല്ല, നമ്മൾ കൂടുതലും മറ്റേ മില്ലറ്റ്സിലേക്കാണ് നമ്മളുടെ ഭക്ഷണം ഉണ്ടായിരുന്നത്. അത് ബ്രിട്ടീഷുകാർ ഇവിടെ വന്നതിന് ശേഷം അവർക്ക് കയറ്റി അയക്കാൻ കഴിയുന്ന ഗോതമ്പ്, അരി തുടങ്ങിയ സാധനങ്ങൾ കൂടുതൽ ഇവിടെ ഉൽപ്പാദിപ്പിക്കുകയും അങ്ങനെ നമ്മുടെ ഭക്ഷണ സ്റ്റൈല് തന്നെ മാറിപ്പോയ ഒരു കഥ പറയുന്ന ഒരു യൂട്യൂബ് വീഡിയോ ഉണ്ടായിരുന്നു കുറച്ചു കാലം മുമ്പ്. ഇനി ഈ പറയുന്നത് പോലെ ഈ പറയുന്ന കരിമ്പ്, ചോളം കൃഷി, മെയ്സ് തുടങ്ങിയ സാധനങ്ങളിലേക്ക് കർഷകരുടെ ശ്രദ്ധ തിരികെ, അത് ക്യാഷ് ക്രോപ്പായി മാറുക. അപ്പൊ അവിടെ വരുന്ന കൂടുതൽ വെള്ളത്തിന്റെ ഉപയോഗം, ഈ പറയുന്ന ഫെർട്ടിലൈസേഴ്സിന്റെ യൂസേജ്, ചില പ്രസ്തുത എന്താണ് ഫുഡ് ഐറ്റംസ് നമ്മൾ നിർമ്മിക്കുന്നതിൽ നിന്ന് ഫാർമേഴ്സ് മാറുക, കൃഷിക്കാർ ഈ പറയുന്ന സംഗതികളിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യുക, ഇങ്ങനെ പല അപകടങ്ങളും ഇതിന്റെ പുറകിൽ പതുങ്ങിയിരിക്കുന്നുണ്ട്. ഇപ്പൊ ഈ പറയുന്ന ഇൻഡസ്ട്രി, ഈ പറയുന്ന കമ്പനികളിൽ കെട്ടിക്കിടക്കുന്ന എഥനോൾ തീർന്നാൽ എന്ത് ചെയ്യും? പിന്നെ ഏറ്റവും അത്യാവശ്യമായിട്ട് ചോദിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് ചെയ്യുന്നത് കൊണ്ട് കാര്യമായ എന്തെങ്കിലും പ്രയോജനം ഉണ്ടോ? അതാണ്, ആരാണ് ബെനിഫിറ്റ് ചെയ്യുന്നത്? കൺസ്യൂമർ ആണോ ബെനിഫിറ്റ്? അതോ ഓയിൽ കമ്പനീസ് ആണോ? അതല്ലെങ്കിൽ ഫാമേഴ്സ് ആണോ? ജീവൻ സാറിലേക്ക് പോകേണ്ടതുണ്ട്. എന്റെ ഒരു ചോദ്യം ഇതാണ്, ഈ പറയുന്ന എഥനോളിന്റെ പ്രൊഡക്ഷൻ കൂടുന്നുണ്ട്, അല്ലെങ്കിൽ എഥനോൾ ഉണ്ടാക്കാനുള്ള ക്രോപ്സിന്റെ ഫാമിംഗ് കൂടുന്നത് കൊണ്ട് അതിനകത്ത് ഈ പറഞ്ഞ ഫാമേഴ്സിന്, സോ കോൾഡ് ഫാമേഴ്സിന് എന്തെങ്കിലും രീതിയിൽ ബെനിഫിറ്റ് ഉണ്ടോ, അല്ലെങ്കിൽ അവർക്ക് ഈ പറഞ്ഞ എന്തെങ്കിലും സബ്സിഡിയോ കാര്യങ്ങളോ ഗവൺമെന്റ് കൊടുക്കുന്നുണ്ട്? ഇതുവരെ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അനൗൺസ് ചെയ്യാനായിട്ട് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഏറ്റവും വലിയ ത്രെട്ട് വാട്ടർ സെക്യൂരിറ്റി പ്രോബ്ലം ആണ്. അതെ, വാട്ടർ സ്കേസിറ്റി എന്ന് പറഞ്ഞൊരു സംഭവം ഇപ്പോൾ തന്നെ അതിലുണ്ട്. അപ്പോ അതിന്റെ കൂടെ ഇനി അതിനോട്ട് ഇപ്പൊ ഈ പറഞ്ഞ ഈ പ്രൊഡക്ഷൻ കഴിഞ്ഞിട്ട് പുറന്തള്ളുന്ന വെള്ളത്തിന്റെ കണ്ടാമിനേഷൻ, അതിനെ റീസൈക്കിൾ ചെയ്യുന്നതിനുള്ള ചെലവുകൾ, ഇതെല്ലാം മറച്ചു വെച്ചുകൊണ്ടാണ് ഈ പറയുന്ന എഥനോൾ ചേർക്കുന്നതുകൊണ്ട് ഞങ്ങള് കർഷകരെ ഉദ്ധരിക്കുന്നു, അല്ലെങ്കിൽ ഞങ്ങള് പാരിസ്ഥിതിക ആഘാതം കുറയ്ക്കുന്നു എന്നൊക്കെ പറയുന്നതൊക്കെ തീർത്തും ബ്ലണ്ടറുകളാണ്. പിന്നെ ഇത് ഒരു പോയിന്റും കൂടിയുണ്ട്. ജുബിൻ സാർ മുമ്പ് പറഞ്ഞിരുന്ന ക്രോപ്സ് കത്തിക്കുക എന്ന് പറഞ്ഞിരുന്ന കാര്യം, കരിമ്പ് ഹാർവെസ്റ്റ് കഴിഞ്ഞതിന് ശേഷം കത്തിക്കുകയുള്ളൂ. അതെ, കരിമ്പ് കഴിഞ്ഞ് കരിമ്പിന്റെ ബഗാസ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ ആ ചണ്ടി എന്ന് പറയുന്ന കാര്യം, അത് വിറകായിട്ടാണ് ഉപയോഗിക്കുന്നത്. പക്ഷെ അവിടെ ഈ പറഞ്ഞ പോലെ വിറകിന് കാര്യമായിട്ടുള്ള ഡിമാൻഡിൽ വരുമ്പോ ഈ പറഞ്ഞ പോലെ വൈക്കോലും ഈ നമ്മുടെ മറ്റ്
അതിന്റെ അവശിഷ്ടങ്ങൾ വരുന്നത്, ലെഫ്റ്റ് ഓവർ ആയിട്ട് വരുന്ന എല്ലാ സാധനങ്ങളും കൂട്ടിയിട്ട് കത്തിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഇതിന്റെ ഈ നിലത്തുനിന്ന് പൊങ്ങി നിൽക്കുന്ന ബാക്കി കുറ്റിയായിട്ട് നിൽക്കുന്ന ആ ഭാഗം, ഇതെല്ലാം അടുത്ത തവണത്തേക്ക് കൃഷി ഒരുക്കാൻ വേണ്ടിയിട്ട് ഇവർ കത്തിച്ചു കളയാണ് ചെയ്യുന്നത്. കത്തിച്ചു കളയുന്ന രണ്ട് കാര്യങ്ങളുണ്ട്. ഇപ്പം കുട്ടനാട്ടിലാണെങ്കിലും കൊയ്ത്ത് കഴിഞ്ഞ ചിലടത്തൊക്കെ ഈ കത്തിക്കാറുണ്ട്. അത് കത്തിക്കാൻ ഉണ്ടാകുന്നൊരു കാരണം ആൾക്കാർ പറയുന്നത് വെച്ചാൽ ഈ ചാരം വീണ് കഴിയുമ്പോഴത്തേക്ക് അതിന്റെ മണ്ണിന്റെ അസിഡിറ്റി കുറെയൊക്കെ റെഗുലേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള ഇത് വെച്ചിട്ടാണ് കത്തിക്കുന്നത്. പക്ഷെ ഈ കത്തിക്കുന്നതുകൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ, പാരിസ്ഥിതികമായിട്ടുള്ള എയർ പൊല്യൂഷൻ, മറ്റു കാര്യങ്ങളൊക്കെ ഉള്ളത് അവരാരും പറയുന്നില്ല. അതൊന്ന്. മീഡിയയും ഒട്ടും ട്രാൻസ്പെറന്റ് അല്ല. ഈ റീജിയണൽ വാട്ടർ സ്ട്രെസ് ഒന്നും അവരെവിടെയും റിപ്പോർട്ട് ചെയ്യുന്നില്ല പ്രോപ്പറായിട്ട്. ലൈക്ക് ക്ലിയർലി റീജിയണൽ വാട്ടർ സ്ട്രെസ് ഈ ഒരൊറ്റ കാരണങ്ങളുണ്ട്, പക്ഷെ അതൊന്നും അത്ര ട്രാൻസ്പെറന്റ് ആയിട്ടല്ല റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. എല്ലാം എന്താ പറയാ, ഇത് മൊത്തത്തില് ഈ ഞാൻ പറഞ്ഞ ഡൽഹി ബേസ്ഡ് ആയിട്ടുള്ള കുറെ ആളുകളുടെ അവരുടെ കൺവിക്ഷൻ ആണ് ഇതിനകത്ത്. ഈ രാജ്യം മൊത്തം നിയന്ത്രിക്കുന്ന, നിയമങ്ങൾ ഉണ്ടാക്കുന്ന മുഴുവൻ അവരവിടെ ഇരുന്ന് കാണുന്ന കുറെ കാര്യങ്ങൾ. പക്ഷെ അതിനകത്ത് ഈ പറഞ്ഞ പോലെ പല കാര്യങ്ങളും ഫാബ്രിക്കേറ്റഡ് ആണ്, പല കാര്യങ്ങളും ഇൻഫ്ലേറ്റഡ് ആണ്. ഈ പറയുന്ന വാഹനങ്ങളിൽ നിന്നുണ്ടാകുന്ന പൊല്യൂഷനാണ് ഡൽഹിയെ മുഴുവൻ ഇത്രയും വലിയൊരു എന്താ പറയണ്ടേ, ഒരു ചൂട് പ്രഷർ കുക്കറിനകത്ത് നിർത്തിയേക്കുന്ന പോലും നിർത്തുന്നതെന്ന് പറയുന്ന രീതിയിലുള്ള വളരെ ബാലിശമായിട്ടുള്ള ആരോപണം. അതിന്റെ ശരിക്കുള്ള കോൺട്രിബ്യൂഷൻ എവിടുന്ന വരുന്ന ഇവരാരും പറയുന്നില്ല, അല്ലെങ്കിൽ അവരെ കൊണ്ട് പറയിക്കുന്നില്ല. അപ്പൊ അവരാണ് ഈ ഇന്ത്യ മഹാരാജ്യം മുഴുവൻ കൺട്രോൾ ചെയ്യേണ്ട നിയമങ്ങൾ ഉണ്ടാക്കുന്നത്. അതാണ് ഇതിനകത്ത് ഏറ്റവും വലിയൊരു ഐറണി. അതായത് ഇപ്പൊ ടെയിൽ പൈപ്പ് എമിഷന്റെ കാര്യം ഇപ്പൊ എനിക്ക് തോന്നുന്നു ഒരു 2000 സ്റ്റാർട്ടിങ് മുതൽ ഹെവി വെഹിക്കിൾസിലെല്ലാം CNG വന്നൊരു സ്ഥലമാണ് ഡൽഹി NCR. അവിടുത്തെ ഡൽഹി ട്രാൻസ്പോർട്ട് കോർപ്പറേഷന്റെ ഒരുവിധ എല്ലാ വണ്ടികളും ഡീസൽ മാറി CNG ആയിട്ട് 2 പതിറ്റാണ്ടുകളോളമായി എന്നാണ് എനിക്ക് തോന്നുന്നത്. മാത്രമല്ല ഇവര് ഇപ്പം പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഒരു എഫക്റ്റ് ഇപ്പോഴും അവിടെ ഡേഞ്ചറസ് ലെവലിൽ മനുഷ്യജീവന് സഹിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ലെവലിലാണ് ഇപ്പോഴും അവിടുത്തെ പൊല്യൂഷൻ. അപ്പം ഇത്രയും ഹെവി വെഹിക്കിൾസിന്റെ ഇത് കുറയ്ക്കുകയും മുംബൈ പോലുള്ള നഗരങ്ങളിൽ BS6 മുമ്പുള്ള ലോറികൾ കയറാൻ പാടില്ല എന്ന റൂളുണ്ട്. ഓട്ടം പിടിച്ച് നാഷണൽ പെർമിറ്റ് വണ്ടികൾ മുംബൈ സിറ്റിക്കകത്തോട്ട് കയറാൻ പാടില്ല. അപ്പം എന്തുകൊണ്ട് ഇപ്പോഴും ഇവിടെയൊക്കെ ഈ AQI ഇപ്പോഴും മോശമായിട്ട് നിലനിൽക്കുന്നു എന്നുള്ളതിന് ഇവര് ഉത്തരം പറയുന്നതും ഇല്ല. CNG എന്ന് പറയുന്ന ടെക്നോളജി ഇപ്പോഴും കേരളത്തിൽ ശൈശവ ദിശയിലാണ്. അതായത് ഉദാഹരണം പറയാനാണെങ്കിൽ MC റോഡിൽ ആകെ 8-10 ഇടങ്ങളിലെ CNG കിട്ടുമോ, അതേസമയം 100 പെട്രോൾ പമ്പ് ഉണ്ട്. അപ്പൊ ഇതിന്റെ അന്തരം വലുതാണ്. അതുമല്ല അതിന്റെ പ്രഷർ കൃത്യമായിട്ട് കൊടുക്കുന്നില്ല. അത് കാരണം കൂടുതൽ വണ്ടികൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അത് കൊണ്ടു നടക്കാൻ പറ്റത്തില്ല. അപ്പൊ ഓൾറെഡി നമുക്കൊരു ചെലവ് കുറഞ്ഞ ടെക്നോളജി ഉണ്ട് CNG എന്ന് പറയുന്നത്. അതെന്തുകൊണ്ട് ഇവര് ബാക്ക് ഫുട്ടിലാക്കിയിട്ട് എത്തനോളിലേക്ക് വരുന്നു എന്നുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൃഷിയുടെ ഒരു ഇതുണ്ട്. കൃഷി അസംഘടിതമായിട്ട് നിൽക്കുന്നതിൽ നിന്ന് സെൻട്രലൈസ്ഡ് ആയിട്ട് അതിനെ കൊമേഴ്ഷ്യലൈസ് ഭീകരമായിട്ട് ഒരു ഇപ്പൊ ഈ പറയാം ലേസിന്റെ പൊട്ടാറ്റോ ഉണ്ട്. ലേസിന്റെ പൊട്ടാറ്റോ മാത്രം കൃഷി ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ട് ഒരു കമ്പനി വാശി പിടിച്ചപ്പോ അതിനെ നിയമയുദ്ധത്തിലൂടെ തോൽപ്പിച്ച കുറച്ച് കർഷകർ ഈ രാജ്യത്തുണ്ട്. അതുപോലെ അസംഘടിതമായിട്ടുള്ള ഏരിയയിൽ നിങ്ങളത് പറയാം, നാളെ തൊട്ട് നിങ്ങൾ അരിയും ഗോതമ്പും ഒന്നും ചെയ്യണ്ട, നിങ്ങൾ നാളെ തൊട്ട് എഥനോളിന് വേണ്ടുന്ന സാധനങ്ങൾ കൃഷി ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ട് അവർക്ക് എതിർത്ത് നിൽക്കുന്നവരെ എന്ത് ചെയ്യും? ഒരു 10 കർഷകരിൽ ഒരാൾ എതിർക്കുവാണെങ്കിൽ 9 പേരുടെയും പാടങ്ങൾ ഇവരിങ്ങ് മേടിച്ചിട്ട് അവസാനം ഈ ലാസ്റ്റ് എതിർത്ത് നിൽക്കുന്നവരെയും കൂടെ പ്രഷറൈസ് ചെയ്തിട്ട് ഈ ഇതിനകത്തോട്ട് അവരെ കൊണ്ടുവരും. എന്റെ ഏക സംശയം ഇത്രയേ ഉള്ളൂ, ക്രൂഡ് ഓയിൽ നമ്മൾ പ്രോസസ് ചെയ്യുന്ന എല്ലാ ദിവസവും ഇത്ര മില്യൺ ബാരൽസ് എന്നല്ലേ നമ്മൾ എടുക്കുന്നത്. ആ ഒരു ഫ്രീക്വൻസിയിൽ ഈ എഥനോൾ എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യും? ഒരു കൃഷി ചെയ്തു തരണമെങ്കിൽ ഒരു മിനിമം 1.5 മാസം സമയം എടുക്കത്തില്ലേ? സഹദേ, ഞാനിക്കൊരു കാര്യം പറയാനുള്ളത്, എന്താ ഇത് ആൾക്കാർ അവെയർ അല്ല എന്നുള്ളതാണ്. അല്ലാതെ കണക്കുകളൊന്നും മറ്റേതല്ല പറയുന്നത്. ഇപ്പോൾ എത്രമാത്രം കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഡൽഹി NCR പോലുള്ള ഏരിയയിലെ എമിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്യൂവൽ ബേൺ ആയിട്ടുള്ള എമിഷൻ അല്ലെങ്കിൽ വാഹനങ്ങൾ കൊണ്ടുള്ള ഇഷ്യൂ വരുന്നത് ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു 20% ഉള്ളൂ. ഈ ബാക്കി പറയുന്ന പോലെ ഈ ബയോമാസ് ബേണിംഗ്, പിന്നെ ഇൻഡസ്ട്രി എമിറ്റ് ചെയ്യുന്നത്, അതൊക്കെയാണ് കൂടുതൽ. എന്താ പറയാ, കണക്കുകൾ അത് തന്നെയാണ് പറയുന്നത്. ആളുകൾ അവെയർ അല്ല എന്നുള്ളതാണ്. മനസ്സിലായില്ല? ആളുകളുടെ ഇടയിൽ പുഷ് ചെയ്യുന്ന നാരേറ്റീവ് എന്താ പറയാ, ഓക്കെ, ഡൽഹിയിലെ ക്രാക്കർ മെനസ് തന്നെ ഭയങ്കര ഒരു കേസ് സ്റ്റഡിയാണ് അല്ലേ? ലോകത്ത് തന്നെ ഇത്രയും പടക്കം പൊട്ടിച്ച് പൊല്യൂഷൻ ഉണ്ടാക്കുന്ന നഗരങ്ങളാണ്.
ഇതാണ് ഫസ്റ്റ് ഇഷ്യൂ, അഡ്രസ് ചെയ്യേണ്ട ഇഷ്യൂ ഇതാണ് എന്നുള്ളതാണ് പുഷ് ചെയ്യുന്ന നരേറ്റീവ്. ഓക്കെ, വാഹനങ്ങൾ കൊണ്ട്, പക്ഷെ അത് 20%, ബാക്കി 80% എന്താ പറയുക, ഈ ബയോമാസ് ബേണിങ് അല്ലെങ്കിൽ ഇൻഡസ്ട്രി എമിഷൻസ്. ആൾക്കാർ അവെയർ അല്ല എന്നുള്ളതാണ്, പക്ഷെ കണക്കുകളൊക്കെ ഇത് തന്നെയാണ് പറയുന്നത്. എനിക്ക് അവിടെ ഒരു ചോദ്യം കൂടി ഉണ്ട് ജുബിൻ സാറോട്. ജുബിൻ സാർ, ഇപ്പോ സഹദ് അൻവിനോ പറയും. അതായത് ഈ E20 പെട്രോൾ പോലെ ഏതെങ്കിലും രാജ്യത്ത് എഥനോൾ മിക്സ് ചെയ്ത് നിലവിൽ വിൽക്കുന്നുണ്ടോ? അതായത് യൂറോപ്പിലോ ഒക്കെ ഇങ്ങനെ ബ്രസീൽ ഇതിന് ഫേമസ് ആണ്. എത്ര കാലമായിട്ടുണ്ട്, അത് സക്സസ് ആണോ എന്താണ് എന്നുള്ളത് നമുക്ക് ആക്ച്വലി ബ്രസീൽ കണ്ടിട്ടാണ് ഇവിടുത്തെ സർക്കാർ ഇതിനെ ഇത്രയും പുഷ് ചെയ്യുന്നത്. കാരണം ഏത് മന്ത്രിമാരോട് ചോദിച്ചാലും പറയും ബ്രസീൽ നോക്കൂ, ബ്രസീലിലേക്ക് നോക്കൂ എന്ന് പറയും. അപ്പം അവിടെ ഇതുപോലെ ഇവിടുത്തെ എഥനോൾ ബ്ലെൻഡിങ് പ്രോഗ്രാംസ് എല്ലാം ബ്രസീലിന്റെ അവിടുന്ന് ഡയറക്റ്റ് കോപ്പിയാണ്. നമ്മള് പണ്ട് ബാരൽ സ്റ്റേജ് എമിഷൻസ് യൂറോ സ്റ്റാൻഡേർഡ്സ് നോക്കി കോപ്പി അടിച്ച പോലെയാണ് ഇപ്പം ഫ്ലെക്സ് ഫ്യൂവലിലേക്ക് നമ്മൾ ബ്രസീലിന്റെ അതേ പോളിസീസ് ആണ് നമ്മൾ കോപ്പി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവിടെ 70% മുകളിൽ ഇപ്പം വിൽക്കുന്ന വാഹനങ്ങൾ, പേഴ്സണൽ കമ്മ്യൂട്ടിനുള്ള വാഹനങ്ങൾ ഫ്ലെക്സ് ഫ്യൂവൽസ് ആണ് ബ്രസീലിൽ ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ചർച്ചയുടെ അവസാന ഘട്ടത്തിലേക്ക് എത്തുകയാണ്. ജുബിൻ സാർ, ഒരു നിമിഷം. ഇപ്പൊ തുടരാൻ വന്നതിനോടുകൂടി എനിക്ക് ഒരു ചോദ്യം കൂടി ആഡ് ചെയ്യാനുണ്ട്. ഇപ്പോ ഫ്യൂവൽ സ്കേഴ്സിറ്റി എന്ന് പറയുന്ന ഒരു സംഗതി ഇവിടെ അടിച്ചേൽപ്പിക്കപ്പെടുന്നുണ്ടായിരുന്നു ഈ പറയുന്ന യുദ്ധത്തിനോടനുബന്ധിച്ച്. അപ്പോ ഈ പറയുന്ന ഓക്കെ ശരി, നമുക്ക് ഒരു സാധനം ഇപ്പൊ ഷാമ്പു ഒക്കെ തീരാറാകുമ്പോൾ അതിലേക്ക് നമ്മൾ കുറച്ച് വെള്ളം ഒഴിക്കും എന്ന് പറയുന്നത് പോലെ ഈ പെട്രോളിലേക്ക് കുറച്ച് എഥനോളും കൂടി ചേർത്ത് അതിന്റെ ക്വാണ്ടിറ്റി കൂട്ടുന്ന ഒരു അവസ്ഥ. ഇത് ഹൈപ്പോത്തറ്റിക്കലാണ്, ഇതിൽ സയൻസും കാര്യങ്ങളും ഒന്നുമില്ല, എന്റെ മണ്ടത്തരമാണ്. ശരി, ഒരു രാജ്യത്തിന് ഇത്ര വർഷത്തേക്ക് അല്ലെങ്കിൽ ഇത്ര എന്താ പറയാ, എന്റെ ഒരു കണക്ക് വെച്ചിട്ട് ഒരു ഫ്യൂവൽ റിസർവ് ഉണ്ടാവാൻ സാധ്യതയില്ലേ? അങ്ങനെ ഉണ്ടെങ്കിൽ ഇന്ത്യക്ക് എത്ര കാലം ഈ പറയുന്ന പെട്രോൾ വില കൂട്ടാതെ അല്ലെങ്കിൽ ബ്ലെൻഡ് ചെയ്യാതെ മുന്നോട്ട് പോകാനുള്ള ഒരു സാഹചര്യം ഉണ്ട്? അതും കൂടി ഒന്ന്. ആഴ്ചകൾ മാത്രമേ ഉള്ളൂ. തീർച്ചയായും ഇന്ത്യ ഭയങ്കര റഷ്യയുടെ കയ്യിൽ നിന്ന് എണ്ണ വാങ്ങിയിരുന്നു, ഇറാനിൽ നിന്ന് എണ്ണ വന്നിരുന്നു. ഈ എണ്ണകളൊക്കെ എങ്ങോട്ട് പോയി? 85% നമ്മൾ ഇവിടെ എന്താ പറയാ എക്സ്പോർട്ട് ചെയ്യുന്നല്ലേ, അല്ലെങ്കിൽ സോറി ഇമ്പോർട്ട് ചെയ്യല്ലേ. ബാക്കി കോൺസ്റ്റന്റ് ആയിട്ട് ഇമ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ പെട്ടെന്ന് ഡിപ്ലീറ്റ് ആവും. നമുക്ക് അത്ര റിസർവ് ഒന്നും ഇല്ല. ആഴ്ചകൾ മാത്രം. ജുബിൻ സാർ, താങ്കളിലേക്ക് വന്ന് നമുക്കിത് കൺക്ലൂഡ് ചെയ്യാം. നമുക്ക് 5 മിനിറ്റ് കൂടി ഉണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം ചോദിച്ചൊരു ചോദ്യം തന്നെയാണ് ഞാൻ ചോദിച്ച് അവസാനിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മളിപ്പോ ഈ ബ്രസീൽ സിസ്റ്റം അല്ലെങ്കിൽ ബ്രസീലിലെ മാതൃക ഇവിടെ കൊണ്ടുവരുന്നു. അവിടെയൊക്കെ ഇപ്പോ ഈ 20 മുതൽ ഈ 70 ഒക്കെയുള്ള പെട്രോൾ ബ്ലെൻഡുകൾ അവൈലബിൾ ആണ്. അതേസമയം തന്നെ കസ്റ്റമർക്ക് 91 ഒക്ടേനുള്ള സാധാരണ ഫ്യൂവലും വാങ്ങിക്കാനുള്ള അവസരമുണ്ട്. പക്ഷെ അതാണ് ഇവിടെ നിഷേധിച്ചിരിക്കുന്നത്. ഇവിടെ സാധാരണ 91 ഒക്ടേനുള്ള പെട്രോൾ വാങ്ങാനുള്ള അവസരമാണ് നിഷേധിച്ചിരിക്കുന്നത്. അതെന്തുകൊണ്ടാണെന്ന് കൂടി നമ്മൾ ചിന്തിക്കണം. കാരണം ഇവിടെ സാധാരണ എഥനോൾ ബ്ലെൻഡുള്ള പെട്രോൾ ഉപയോഗിച്ച് ഓടിക്കാൻ പറ്റാത്ത പഴയ വാഹനങ്ങളും ഒരുപാട് വാഹനങ്ങളുണ്ട്. പിന്നെ ഒരു പൗരന്റെ അല്ലെങ്കിൽ ഒരു കസ്റ്റമറുടെ, ഒരു കൺസ്യൂമറുടെ അവകാശമാണ് പെട്രോൾ എന്ന് പറയുന്ന ഒരു വസ്തു ഇപ്പൊ ഇന്ത്യയിൽ നിരോധിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ എന്തുകൊണ്ട് എഥനോൾ ബ്ലെൻഡില്ലാത്ത പെട്രോൾ ഇവിടെ വിൽക്കുന്നില്ല? എന്തുകൊണ്ട് അതിനൊരു അലിഖിതമായിട്ടുള്ള ഒരു നിരോധനം കൊണ്ടുവന്നിരിക്കുന്നു? അതാണ് എൻ്റെ ഒരു ചോദ്യം. അപ്പോൾ അത് പൊതുജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കുന്ന മറ്റൊരു അനീതിയാണ്. അതിനെപ്പറ്റി ചർച്ചകൾ ഉണ്ടാകുന്നില്ല എന്നുള്ളത് വളരെ നിർഭാഗ്യകരമാണ്. പിന്നെ ഇതില് വർഷങ്ങളായിട്ട് നടന്നു വന്ന, ഞാൻ നേരത്തെ പറഞ്ഞുള്ളൊരു കണ്ടീഷനിങ് ഉണ്ട്. അത് ഇങ്ങനെയൊക്കെയാണ്, ഇങ്ങനെ കാര്യങ്ങളാണ്. ഞാൻ നേരത്തെ പറഞ്ഞ 2 സ്ട്രോക്ക് നിരോധനം പോലുള്ള ഇങ്ങോട്ടുള്ള കാര്യങ്ങൾ കണക്കിലെടുത്തു കഴിഞ്ഞാൽ ഇതിൽ നിന്നൊക്കെ ബെനിഫിറ്റ് ഉണ്ടാകുന്ന കുറെ കമ്പനികളുണ്ട്. ഇപ്പൊ ഈ പറഞ്ഞ കഷ്ടിച്ച് 5 വർഷം പോലും തികച്ചോടുമെന്ന് യാതൊരു ഗ്യാരണ്ടിയും പറയാൻ പറ്റാത്ത വാഹനങ്ങൾ നമ്മൾ വാങ്ങുമ്പോൾ അതിന് നമ്മൾ 15 വർഷത്തെ ടാക്സ് അടയ്ക്കുകയാണ്. എന്തൊരു വലിയ ദുരിതം നൽകണം. ഇപ്പൊ അങ്ങനത്തെ വാഹനങ്ങൾ ഉപയോഗിക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആകുമ്പോൾ അത് സ്ക്രാപ്പ് ചെയ്താൽ ആ പറയുന്ന ടാക്സ് അടുത്തേക്ക് ക്യാരി ഫോർവേഡ് ചെയ്യാന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ എത്ര പേർക്ക് അതിനുള്ള ബെനിഫിറ്റ് കിട്ടിയിട്ടുണ്ട്? എത്ര വാഹനങ്ങൾക്ക് അങ്ങനെ ടാക്സ് ഇളവ് കിട്ടിയിട്ടുണ്ട്? ഇതൊന്നും നടപ്പിലാക്കുന്ന കാര്യങ്ങളൊന്നുമില്ല. ഇതൊന്നും നടപ്പിലാകാൻ പോകുന്നുമില്ല.
അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ നമ്മളെ കൺസ്യൂമേഴ്സ് അല്ലെങ്കിൽ ഇവിടുത്തെ സാധാരണ ജനങ്ങളാണ് ഇതിന്റെ എല്ലാം ഭവിഷ്യത്തുകൾ അനുഭവിക്കാൻ പോകുന്നത്. അപ്പോൾ അതിനെപ്പറ്റി കൂടുതൽ ബോധവാന്മാരാകാത്തടത്തോളം കാലം, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഇവിടുത്തെ ഇൻഫ്ലുവൻസർമാരും ഇവിടുത്തെ ഗവൺമെന്റ് സ്പോൺസേർഡ് ആയിട്ടുള്ള മീഡിയയും നമ്മുടെ ജനങ്ങളെ ആ രീതിയിൽ മന്ദബുദ്ധികളാക്കി വെച്ചേക്കുന്നിടത്തോളം കാലം ഇതിനൊന്നും ചോദിക്കാനും പറയാനും ആരും ഉണ്ടാവില്ല. ഇനി ഈ 100 കൊണ്ടുവന്നാലും അതിന് തക്ക വാഹനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, അതായത് കട്ടില് പണിയാനല്ല, കട്ടിലിന്റെ നീളം അനുസരിച്ച് കാല് മുറിക്കാൻ പറ്റുന്ന ആൾക്കാരാണ് ഇവിടെ ഇപ്പൊ നോക്കിയിരിക്കുന്നത്. അതുകൊണ്ട് ഇതൊന്നും പ്രത്യേകിച്ച് പരിഹാരം ഉണ്ടാകുന്നു പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല. നമ്മൾ തന്നെ നമുക്കുള്ള പെട്രോൾ മിക്കവാറും വാക്കിയെടുക്കേണ്ടി വരും. കരിമ്പാണല്ലോ, അപ്പൊ നമ്മളെല്ലാരും ഓരോ ചെറിയ രാമറിലാണല്ലോ തുടങ്ങിയത്. രാമറിലെ പിടിച്ച് ജയിലിലിട്ട ആൾക്കാരാ നമ്മള്. ഇപ്പം അത് വ്യവസ്ഥാപിതമായിട്ടുള്ള തട്ടിപ്പോയി. രാമർ സ്കാം തന്നെ ആയിരുന്നു തന്നെയാണ്. രാമർ ഒരു സ്കാമർ ആയിരുന്നു. പക്ഷെ ഞാൻ പറയുന്നത് ഇനി അടുത്തതായിട്ട് വരേണ്ട സാങ്കേതിക വിദ്യ ഈ E85 നിന്ന് പ്യൂറായിട്ടുള്ള പെട്രോൾ വേർതിരിച്ച് എത്തനോൾ വേറെ പെട്രോൾ വേറെ എന്നുള്ള രീതിയിലാക്കാൻ പറ്റുന്ന സാങ്കേതിക വിദ്യ ആര് കൊണ്ടുവരുന്നോ അവർക്ക് ഇവിടെ ഒരു വലിയ അവസരമുണ്ട്. അങ്ങനെ ചെയ്യുന്നത് ഇനിയിപ്പം രാജ്യദ്രോഹ കുറ്റമാക്കി മാറ്റുമെന്ന് പറയാനൊക്കത്തില്ല. കാരണം ഇവിടെ ഭരിക്കുന്ന ആൾക്കാര് അങ്ങനെ വേറെ കേസുണ്ട്. ഇനിയിപ്പോ സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നവർക്ക് ഒരു ഉപദേശം കൂടെ തരാം. ഇനി കടലിലെ വെള്ളം ശുദ്ധീകരിച്ച് ഫ്രഷ് വാട്ടർ ആക്കിയിട്ട് അത് എഥനോൾ ബ്ലെൻഡ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന പരിപാടിയുണ്ട്. അതായത് കൃഷിക്ക് വെള്ളം വേണമല്ലോ. അപ്പൊ ഇനി അടുത്ത പരിപാടി അതാണ്. അപ്പൊ അങ്ങനെയുള്ള വല്ല കമ്പനികളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കാശൊക്കെ ഇൻവെസ്റ്റ് ചെയ്തു. ശരി, ചർച്ചയുടെ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഒരു സൊല്യൂഷൻ പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ചർച്ച അവസാനിപ്പിക്കാം. പണ്ടൊക്കെ കോളേജിൽ പഠിക്കുന്ന കാലഘട്ടത്തിൽ നമ്മൾ കൂട്ടുകാർ അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടി കൊടുക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നല്ലോ. അപ്പൊ ചില പെട്രോൾ അടിക്കാതെ തിരിച്ചു തരുന്ന സുഹൃത്തുക്കളുണ്ട്. അപ്പൊ ആ സുഹൃത്തുക്കളോട് നമ്മൾ പറയും, ഇത് പെടുത്തല്ല ഓടുന്നതെന്ന് പറയും. എന്ന് പറയുന്നത് പോലെ പെടുത്തോടുന്ന എഞ്ചിൻ ഏതെങ്കിലും കമ്പനി ഇറക്കുകയാണെന്നുണ്ടെങ്കിൽ സൗകര്യമാണ്, നമുക്ക് തന്നെ നമ്മുടെ ഇന്ധനം ഉൽപ്പാദിപ്പിക്കാം. അതെ, മോസ്റ്റ് സസ്റ്റൈനബിൾ. കൂടി പോയ അതിനകത്തുനിന്ന് കുറെ യൂറിയ ഉണ്ടാവും, അത് കൃഷിക്ക് ഉപയോഗിക്കാം. അങ്ങനെയുള്ള എന്തെങ്കിലും ഗവൺമെന്റോ കമ്പനികളോ കൊണ്ടുവരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്ക് ഈ ചർച്ചയോടെ അവസാനിപ്പിക്കാം. ഇതിൽ പങ്കെടുത്തതിന് എല്ലാവർക്കും നന്ദി. മറ്റൊരു വിഷയവുമായി ഉടൻ തന്നെ കാണാം. ഗുഡ് നൈറ്റ്.